മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻറ്റി ക്രൈസ്റ്റിന് സാത്താന് കിട്ടിയ അധികാരത്തെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിച്ചത്. ഇനി സാത്താൻ്റെ ഭരണത്തെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്വർഗീയ നടപടി ഈ ലോകത്തിലുണ്ടാവും. ഭൂമിയുടെ മേലെ, ഭൂവാസികളുടെ മേലെ, സാത്താൻ്റെ മേലെ. ദൈവത്തിൻ്റെ ക്രോധകലശങ്ങൾ ഈ ഭൂമിയുടെ മേലുണ്ടാവും, അതുപോലെ ഭൂവാസികളുടെ മേൽ, സാത്താൻ്റെ മേലുണ്ടാവും. ഭൂമിയിലുള്ള എല്ലാ സംവിധാനങ്ങളും മാറിപ്പോകുന്നതായിട്ട് കാണാം. ആകാശം വരെ മാറിപ്പോവും. ആകാശത്തിന് 5 ലെയറുള്ളത് നമ്മൾ അറിയാവുന്നതാണ്. ചൂടും തണുപ്പും എല്ലാം കൃത്യമായിട്ട് അത് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതുപോലെ ഓക്സിജൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ട് ശ്വസിക്കാനായിട്ടുള്ള ഓക്സിജന് നമുക്കുള്ള എല്ലാ സൂര്യനിൽ കൂടി കിട്ടുന്ന താപം, അതുപോലെ സമുദ്രം നമുക്കുണ്ട്, അതിലുള്ള റിസോഴ്സസ് നമുക്കുണ്ട്. ഭൂമിയിൽ നിന്നുള്ള റിസോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ആകെയുള്ളതിൻ്റെ 2 ഭാഗവും കടലാണല്ലോ. രാത്രിയുണ്ട്, നമുക്ക് പകലുണ്ട്. ഇങ്ങനെയുള്ള ഇപ്പം കാണുന്ന എല്ലാ ഫെസിലിറ്റികളും മാറും. ഇത് മുഴുവൻ ദൈവം മാറ്റും. കാരണം അതിന് സാത്താന് ഭരണം അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. നമ്മൾ ആ സമയത്ത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, ആ സമയത്ത് ദൈവത്തിൻ്റെ സഭ ഇവിടെ കാണത്തില്ല. ദൈവത്തിൻ്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടും. റെവലേഷൻസ് 4 തൊട്ട് 19 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ ഈ നടപടികൾ, ഈ ലോകത്തിലെ വരുന്ന നടപടികളെക്കുറിച്ച് ആണ് നമ്മൾ കാണുന്നത്. അവിടെ സഭയില്ല, ഈ ലോകത്തിലില്ല. 6-ാം അധ്യായത്തിൽ തൊട്ട് നമ്മൾ കാണുന്നു മുദ്രകൾ പൊട്ടിക്കുന്ന 7 മുദ്ര, 7 കാഹളം, 7 ക്രോധകലശം. ഇങ്ങനെ ഉള്ള ഇത് കഴിഞ്ഞിട്ട് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ റെവലേഷൻസ് 19-ന്റെ 11 കർത്താവ് മടങ്ങി വരുന്നതായിട്ട് കാണുന്നു. ഈ 7 മുദ്ര, 7 കാഹളം, 7 ക്രോധകലശം, ഈ 6 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സാത്താൻ്റെ ഭരണം ഏത് രീതിയിലായിരിക്കുമെന്ന് അപ്പോസ്തലനായ യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് കിട്ടിയ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതുമായിട്ട് റെഫർ ചെയ്യുന്ന പഴയ നിയമത്തിലുള്ള യെഹെസ്കേലിൻ്റെ പ്രവചനം, അതുപോലെ യെശയ്യാവിൻ്റെ പ്രവചനം, ഡാനിയലിൻ്റെ പ്രവചനം, ഇതെല്ലാം ക്രോസായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നതാണ്. അതുപോലെ ദൈവത്തിൻ്റെ ക്യാരക്ടർ ഇതിനകത്തു നിന്ന് വരുന്നുണ്ട്. വിശുദ്ധന്മാരുടെ സ്റ്റൈൽ ഏത് രീതിയിലാവണമെന്ന് വരുന്നുണ്ട്. ഇതെല്ലാം ഈ ഭാഗങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള സ്റ്റഡീസ് നമ്മൾ പ്രധാനമായിട്ട് ഈ വെളിപ്പാട് പുസ്തകം 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള പഠനമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ കൂടി നമ്മൾ ഈ 7 മുദ്രയും 7 കാഹളവും, അതുപോലെ 7 ക്രോധകലശവും, ഭൂമിയുടെ മേലെ, ഭൂവാസികളുടെ മേലെ, സാത്താൻ്റെ മേലെ വരുന്ന ഇത് നമ്മൾ പഠിക്കും. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിലൊന്നും നമ്മൾ അകപ്പെടാതിരിക്കാനായിട്ടാണ് ഇത് പഠിക്കുന്നത്. കാരണം ഇങ്ങനെയൊരു കാര്യം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിലും നമ്മളിൽ നിന്ന് മാറി നിൽക്കണം. ചില ആളുകൾ പറയുന്നതാണ്, ഈ അന്ത്യകാലത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുകയാണോ, ഇങ്ങനെയൊക്കെ വരുന്ന പേടിയല്ല, അതിനേക്കാളും ഫിറോഷ്യസ് ആണിത്. ശരിക്കും പേടിയല്ല, അതിനേക്കാളും കൂടുതൽ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നതിന് ചെറിയ രീതിയിലെ മിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ജില്ലകളിലെല്ലാം ചൂട് കണ്ടമാനം ഇപ്പം കൂടിയിട്ടില്ലേ. 40 ഡിഗ്രി. ഒരിക്കലും ഈ സമ്മറിൽ മെയ് മാസത്തിലൊക്കെ വരുന്ന 40 ഡിഗ്രി ഇപ്പോഴേ ഫെബ്രുവരി മാർച്ച് ആയപ്പോഴത്തേക്ക് 40 ഡിഗ്രി, ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് 40 ഡിഗ്രി ആയത് കാണുന്നു. മനുഷ്യർക്ക് ഇരിക്കാൻ വയ്യാത്ത സ്റ്റേജിലേക്ക് ചൂടായി. കാന്തിക വലയം, ഈ അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യുന്ന ആ കാന്തിക വലയത്തിൻ്റെ ഗ്രാവിറ്റി 15% കുറഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അത് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇത് നമ്മളെ വറക്കുന്ന രീതിയിലാകുന്ന ഒരു സ്റ്റേജ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിൽ നമുക്ക് കാണാം. നമ്മളതെല്ലാം ഇവിടെ പഠിക്കും. അതുകൊണ്ട് നമുക്ക് ബൈബിളിൽ നിന്ന് ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ ക്രോസായിട്ട് ചെക്ക് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 21 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നു. 6-ന്റെ 1
തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ 6:1 കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവരിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടം ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു, അതിൻ്റെ പുറത്തിരിക്കുന്ന മനുഷ്യന് അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു, ഒരു വലിയ വാളും അവന് കിട്ടി. അപ്പോൾ ഈ ഭാഗങ്ങൾ 2 മുദ്ര പൊട്ടിച്ച കാര്യം, ആദ്യത്തേതിനകത്ത് ആൻറ്റിക്രൈസ്റ്റിൻ്റെ എമർജൻസ് ആണ്. അവന് ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഫസ്റ്റ് ചെയ്യുന്നത് വ്യാജം പഠിപ്പിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, വിശ്വാസികളെല്ലാം അവിടെ നിന്ന് മാറ്റപ്പെട്ടു. ഇതെല്ലാം ഒരു കാവോസിലാണ്. കണക്ഷൻസൊക്കെ പോയി കാണും, കേബിള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോയി കാണും, ചിലപ്പോൾ ഇലക്ട്രിസിറ്റി പോയി കാണും, ഒരുപാട് ഇൻകൺവീനിയൻസ് ഒക്കെ ഉണ്ടായി കാണും. അവനൊരു വെള്ളക്കുതിരയിലാണ് ആദ്യം പുറപ്പെടുന്നത് തന്നെ. അവന് ജയിക്കുന്നവനാണ്, ജയിക്കാനും ജയിക്കുന്നവനായിട്ട് അവൻ പുറപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കയ്യിലൊരു വില്ലുണ്ട്, അവനൊരു കിരീടമുണ്ട്. അവനൊരു അധികാരം അവനുണ്ട്, അവൻ്റെ വില്ലുണ്ട്. എന്നാൽ വില്ലുണ്ടെങ്കിൽ അമ്പില്ല. അമ്പും വില്ലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് എതിർകക്ഷിയെ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അമ്പില്ല, വില്ല് മാത്രമേ ഉള്ളൂ. അവൻ സമാധാനം പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്തിനാണ്? ആളെ വ്യാജം പഠിപ്പിക്കാനായിട്ട്. ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോഴറിയാം, ഇത് 4 രീതിയിലുള്ള ന്യായമാണ് വരുത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്യങ്ങൾ വായിക്കാം. സെക്കരിയാപ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥം പുറപ്പെടുന്നത് കണ്ടു. ആ പർവ്വതമോ താമര പർവ്വതങ്ങളായിരുന്നു. 1-ാമത്തെ രഥം ചുവന്ന കുതിരയോടും, 2-ാമത്തെ രഥത്തിന് കറുത്ത കുതിരകളോടും, 3-ാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളോടും, 4-ാമത്തെ രഥത്തിന് പുള്ളിയും കരാൽ നിറമുള്ള കുതിരകളും പൂട്ടിയിട്ടിരുന്നു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ, യജമാനെ ഇതെന്താവെന്ന് ചോദിച്ചു. ദൂതൻ എന്നോട് ഉത്തരം പറഞ്ഞത്, ഇത് സർവ്വഭൂമിയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ആകാശത്തിലെ 4 കാറ്റാകുന്നു. കറുത്ത കുതിരകളുള്ള വടക്കേ ദേശത്ത് നിന്ന് പുറപ്പെട്ടു, വെളുത്ത അവയുടെ പിന്നാലെ പുറപ്പെട്ടു, പുള്ളിയുള്ള തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു, കരാൽ നിറമുള്ള പുറപ്പെട്ട് ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി. നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പിനെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. അവൻ എന്നോട് ഉറക്കെ പറഞ്ഞു, വടക്കേ ദേശത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടക്കേ ദേശത്തേക്ക് എൻ്റെ കോപത്തെ ശമിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കാണുന്ന സ്വർഗത്തിലെ ആത്മാവ് ഭൂമിയിൽ നടത്തുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. 4 സ്പിരിറ്റ്സ് ഇൻ ഹെവൻ, 4 നിറമുള്ള കുതിരകൾ ന്യായവിധി നടത്തുന്നു. 2 തെസ്സലോനിക്കർ 2:13 വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും എന്ന് പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2:11-12 വാക്യങ്ങൾ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. യവനെ ഈ ഫോഷ്ക്ക് പറയുന്ന, വ്യാജം പറയുന്നത് ആളുകൾ വിശ്വസിപ്പിക്കാനായിട്ട് ന്യായവിധിയിലേക്ക് അവരെ നടത്തേണ്ടതിന്. ഇതുവരെയും കർത്താവ് ഈ ലോകത്തിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അടക്കപ്പെട്ടു, അവൻ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2000 വർഷം ഈ കൃപായുഗത്തിലെ അനേകം ആളുകൾ ഇത് പ്രസംഗിക്കുകയും ദൈവവചനം വിവർത്തനം ചെയ്തു തരികയും ദൈവവഴി കൂടെ നടത്തുകയും എല്ലാം നമ്മളെയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും അത് വിശ്വസിക്കാതെ, സത്യത്തെ വിശ്വസിക്കാതെ, അനീതിയിൽ വിശ്വസിച്ച് അതിൽ രസിക്കുന്നവർക്ക് എന്താണുള്ളത്? അവർക്ക് തീർച്ചയായും ന്യായവിധി മാത്രമേ ഉള്ളൂ. അവർക്ക് ന്യായവിധിയാണ് ദൈവം ഒരുക്കുന്നത്. അതുകൊണ്ട് ആ ന്യായവിധിക്ക് എന്താണ് ചെയ്യുന്നത്? ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കാമെന്ന വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. ഇവിടെ ഈ 6-ാം അധ്യായത്തിൽ ഈ കുതിരയിൽ പുറപ്പെടുന്ന സമാധാനം എന്ന് പറഞ്ഞ് പുറപ്പെടുന്നത് ശരിക്കും വ്യാജത്തിൻ്റെ ശക്തിയാണ്, വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയാണ് പുറപ്പെടുന്നത്, ആളത് വിശ്വസിക്കാനായിട്ട്. ഇവിടെ കാണുന്ന ഇതാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:5 വാക്യത്തിൽ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഈ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ഒരുപാട് വരും. ഇവിടെ വൈറ്റ് ഹോഴ്സ്, വെളുത്ത കുതിരയുടെ മേളിൽ വരുന്നത്
കർത്താവായ യേശുക്രിസ്തു അല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരു വൈറ്റ് ഹോഴ്സ് വരുന്നുണ്ട്, റോയൽ ക്രൗണും ഒക്കെ ആയിട്ട്. അത് വെളിപ്പാട് പുസ്തകം 19:11 വരുന്നുണ്ട്. അവൻ മഹത്വ പ്രത്യക്ഷത. അവന് അവിടെ വിജയാളിയുടെ കിരീടമാണുള്ളത്. വിജയാളിയുടെ കിരീടം അവിടെ ഉണ്ട്. ഡയഡം എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിജയാളിയുടെ കിരീടവുമായിട്ടാണ് കർത്താവ് വരുന്നത്. ഇവിടെ ഈ വെള്ളക്കുതിരയുടെ മേളിൽ വരുന്ന, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വെള്ളക്കുതിരയുടെ മേളിൽ വരുന്ന അവൻ്റെ കയ്യിൽ വില്ലുണ്ട്, എന്നാൽ അമ്പില്ല. സൈനിക ശക്തിയുടെ തെളിവാണ് വില്ല് എന്ന് പറയുന്നത്. യെരമ്യാ പ്രവചനം 51:56 അതിൻ്റെ നേരെ ബാബേലിൻ്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു, അതിൽ വീരന്മാർ പിടിപെട്ടിരിക്കുന്നു, അവരുടെ വില്ലെല്ലാം ഒടിഞ്ഞുപോയി. യഹോവ പ്രതികാരത്തിൻ്റെ ദൈവമാവുന്നു, അവൻ പകരം ചെയ്യും. വില്ലൊടിഞ്ഞുപോയി എന്നുള്ളത് സൈനിക ശക്തി ഇല്ലാതെ പോയി എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. സൈനിക ശക്തിയുടെ തെളിവാണ് വില്ല് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വില്ലൊടിഞ്ഞു പോയ യുദ്ധമില്ലാതെ അവൻ സമാധാനം കൊണ്ടുവരും. അവൻ ശരിക്കും ലോകത്തെ കാപട്യത്തിൽ വിശ്വസിപ്പിക്കും. നോർമലി ഈ സിവിൽ വാർ, ഇങ്ങനൊരു കാവോസ് ഒക്കെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന? പ്രൊഡക്ഷൻ കുറയും, ആളുകൾ പലരും ഇല്ല, ഇനി അതെല്ലാം ഇൻഫ്ലേഷൻ കൂടും, ആളുകൾ കൂടുതൽ സമാധാനം അന്വേഷിക്കും. അതുപോലെ അവനോട് ചേർന്ന് തന്നെ ഈ കള്ളപ്രവാചനം ഉണ്ടാവും, മതവും അവനോടുകൂടെ ചേരും. എല്ലാവരും കൂടെ ചേർന്നിട്ട് കടലിൽ നിന്ന്, നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, ഒരു പൊളിറ്റിക്കൽ ലീഡറും അതുപോലെ കരയിൽ നിന്ന് വരുന്ന ഒരു ലീഡറായിട്ടുള്ള റിലീജിയസ് ലീഡറും എല്ലാ മതങ്ങളെയും അവൻ ഒരുമിച്ച് കൊണ്ടുവരും. തകർന്ന ഭൂമിയിലെ കാര്യങ്ങളെല്ലാം റെക്കൺസൈൽ ചെയ്ത് കൊണ്ടുവരും. സാറ്റലൈറ്റ് ആയാലും അല്ലെങ്കിൽ വൈദ്യുതി ആയാലും എല്ലാം തകർന്നിരിക്കുന്ന ഒരുമിച്ച് കൊണ്ടുവരും. പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയുള്ള പല ആൾക്കാരും, എന്നുവെച്ചാൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് പോകാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ എല്ലാവരും, അതുപോലെ ഓരോ ഗ്രൂപ്പുകളും ഒരു മത നേതാവ് വരാനായിട്ട് കാത്തിരിക്കുകയാണ്, ഇന്നും കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു നേതാവുണ്ട്, ലീഡറുണ്ട്. ക്രിസ്ത്യൻസിന് യേശുവുണ്ട്, ജ്യൂസിന് മിശിഹായുണ്ട്, അതുപോലെ ബുദ്ധന്മാർക്ക് 5-ാം ബുദ്ധൻ ഉണ്ട്, മുസ്ലിമുകൾക്ക് ഇമാം മഹദി ഉണ്ട്, ഹിന്ദുക്കൾക്ക് കൃഷ്ണനുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവർക്കും ഓരോ ലീഡേഴ്സ് ലോകത്തിലുണ്ട്. അതുപോലെ യവനൊരു ലീഡറായിട്ട് വരുമ്പോഴേ, ഇവൻ വലിയ ലീഡറാണ്, ലോകത്തെ മുഴുവൻ നടത്താനുള്ള ലീഡറാണ് എന്ന് പറഞ്ഞിട്ട് അവന് സമാധാനം പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ആൻറ്റി ക്രൈസ്റ്റ്. ആ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആദ്യത്തെ ഇതാണ് മനുഷ്യരെ സംബന്ധിച്ച് വ്യാജം പഠിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ സാത്താൻ്റെ ഭരണത്തിൻ്റെ ആദ്യത്തെ ഒരു ദുർഭരണത്തിൻ്റെ ഫസ്റ്റ് പോയിൻ്റ്. ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവന് വെള്ളക്കുതിരയിൽ വരുന്നു, വ്യാജം പഠിപ്പിക്കുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ വ്യാജം പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യത്തിനെതിരായിട്ട് നിൽക്കുന്നതെല്ലാം വ്യാജമാണ്. സത്യം എന്താണ്? സത്യം ദൈവത്തിൻ്റെ വചനമാണ് സത്യം. അതിനെതിരായിട്ടുള്ളതെല്ലാം വ്യാജമാണ്. അതുകൊണ്ട് വ്യാജം പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ട്. അതിൽ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാർ അതിൽ വീണ് പോകരുത്. അത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ ഒരു വേ ആണ്, അല്ലെങ്കിൽ ഒരു മാതൃകയാണ്. അത് സത്യം മനസ്സിലാക്കാത്തതുകൊണ്ട് ന്യായവിധി കൊണ്ടുവരാൻ വേണ്ടി ദൈവം വ്യാജത്തിൻ്റെ ആത്മാവിനെ അയച്ചു എന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നടക്കുന്ന നിവൃത്തിയാകുന്നു. അതുകൊണ്ട് ഈ വ്യാജത്തിൽ വിശ്വസിച്ച് പോലും സത്യമായിട്ടുള്ള ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഞാൻ 21 ആക്ഷനുണ്ട്. അതിലിപ്പോൾ ഈ ഒരു ആക്ഷനെ ഇന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിത് ഡീറ്റെയിൽഡായിട്ട് മുമ്പോട്ട് പഠിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇത് നമ്മൾ വാച്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ആൻറ്റി ക്രൈസ്റ്റ് ഭരണത്തിന് കീഴിൽ അകപ്പെടാതിരിപ്പാൻ കർത്താവെ അടിയനെ സൂക്ഷിക്കണമേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഈ ദിവസങ്ങൾ ദൈവം ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഈ സമയം തന്ന ഓർത്ത സ്തോത്രം. കർത്താവെ, സാത്താൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഒരിക്കലും ആയിത്തീരുവാനായിട്ട് ഞങ്ങളെ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാജത്തിൻ്റെ ആത്മാവ് അയക്കുമ്പോൾ
ഭോഷ്കിൻ്റെ ആത്മാവിനെ അയക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിൽ ആയിരിക്കാനായിട്ട് ഇടവരുത്തണമേ. സത്യം മനസ്സിലാക്കുവാൻ നീ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പോകാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിൻ്റെ വലിയ അനുഗ്രഹങ്ങളും നന്മകൾ ഞങ്ങളുടെ മേലെ വർഷിക്കണമേ. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ യൂറിനറി ബ്ലാഡറുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികളെ പ്രാർത്ഥിക്കുന്നു. പ്രോസ്ട്രേറ്റ് ആണോ എന്ന് അറിയത്തില്ല, അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ചില പ്രയാസങ്ങൾ മൂത്രതടസ്സവുമായി ബന്ധപ്പെട്ടും അല്ലാതെ ഉള്ള ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരിത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ അവർക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലും കർത്താവെ ആ പ്രയാസങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിലെ പ്രയാസങ്ങളിലെ ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചിലരെ ദൈവം കാണിച്ചു തരുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിലെ ആ മുഴയും അതുപോലെ ഞരമ്പിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡയബറ്റിക്കായിട്ടിരിക്കുകയാണെങ്കിൽ കർത്താവെ അതിൻ്റെ പ്രയാസം നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊക്കെ പ്രവർത്തിക്കണമേ. അത്ഭുതകരമായിട്ടുള്ളൊരു വിടുതൽ, രോഗസൗഖ്യം കർത്താവെ നീ കൽപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഈ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് ചിലർക്കൊക്കെ ദൈവം വലിയൊരു വിടുതൽ കൊടുക്കും. ആ വലിയ വിശ്വാസത്തിൽ ദൈവത്തോടെ ഏൽപ്പിച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ? വലിയൊരു വിടുതൽ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ അവകാശമാണ് ആ റിലീസ്, നിങ്ങളുടെ അവകാശമാണ് ആ വിടുതൽ. അത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അവകാശത്തോടെ പ്രാർത്ഥിക്കുമോ? കർത്താവേ, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചവരെ ഇന്ന് നീ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട്, ആ രോഗസൗഖ്യത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. തുടർന്നും എന്നോട് ചേർന്ന് ഇത് കാണണം. ഇതൊരു ധ്യാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരും. പ്രത്യേകിച്ച് ഇത് അറ്റൻഡ് ചെയ്യണം. നമ്മൾ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണമാണെന്ന് പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞു പോവുകയല്ല. അത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ച് നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് അതിൽ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ചേർന്ന് ഇത് അറ്റൻഡ് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 മണി വരെ ഉണ്ടല്ലോ. ഇത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇത് കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നടത്താനായിട്ടുള്ള ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തോടെ മുമ്പോട്ട് പോവുകയും ചെയ്യാം. പ്രയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.